ഒരു വാക്കുകൂടി നമ്മൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം പിതാവേ യേശുവേ, അതേ കർത്താവേ, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ഉറുപ്പിൻ്റെ ശക്തിയോടെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്ന് പറഞ്ഞ കർത്താവ്, അതേ കർത്താവേ, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. അങ്ങയോട് ഉപമിക്കുവാൻ അങ്ങയുടെ തുല്യമായിട്ട് കർത്താവേ ഈ പ്രപഞ്ചത്തിൽ തന്നെ കർത്താവെ ആരുള്ളൂ. നന്ദി കർത്താവെ, ഇത്ര വലിയ ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ദൈവത്തിന് തന്നുമല്ലോ. ആ ഉയർപ്പിൻ്റെ ശക്തി അതിൻ്റെ ഒരു ചെറിയ തുള്ളികളാണെങ്കിൽ പോലും കർത്താവെ അത് അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിച്ചല്ലോ. നീയും അത് സമർത്ഥമായ നദിയായിട്ട് അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങൾ നദിയായിട്ട് അത് പാഞ്ഞൊഴുകുവാൻ തക്കവണ്ണം ഞങ്ങളെ തകർത്ത കർത്താവെ അവിടുത്തെ ഉയർപ്പിൻ്റെ ജീവനാൽ ഞങ്ങളെ നിറച്ച് കവിമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ആ ലാസറസിൻ്റെ കല്ലറയിൽ അവിടുത്തെ ശബ്ദം മുഴങ്ങി മരിച്ചവനെ ഉയർത്തെഴുന്നേറ്റു. കർത്താവെ, അതേ ശബ്ദം തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുവാൻ അങ്ങടിയാക്കണം. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടേതായ കർത്താവെ സ്വയജീവനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഒരു വട്ടപ്പുജമായിട്ട് താഴ്ത്തി സമർപ്പിക്കും. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണം, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണം. അങ്ങനെ ഞങ്ങൾക്ക് കാണണം, കേൾക്കണം, അവിടുത്തെ മറുപടി ചാരി അവിടുത്തെ സൗരഭ്യം അണത്തറിഞ്ഞ് അവിടുത്തെ വചനത്തെ രുചിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മുഹൂർത്ത കൃത്യമായിട്ട് എല്ലാം യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തെ ആമേൻ ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോജി വേറെന്ന് കേട്ട ആ വചനങ്ങൾക്ക് തുടർച്ചയായിട്ട് നമ്മൾ ആ കൊളോസ്യർ 2-ാം അധ്യായത്തിലേക്കൊന്ന് ആദ്യം പോവുകയാണെങ്കിൽ, കർത്താവ് ജയോത്സവം കൊണ്ടാടിയ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. ശരിയാണ്, ഈസ്റ്റർ എന്നുള്ള വാക്ക് നമ്മൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മളുടെ ചർച്ചസിൽ നമ്മൾ ആ വാക്ക് അതിന് വേറെ ജാതീയമായ ഒറിജിൻ ഉത്ഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ കർത്താവ് ഇതുപോലൊരു ഞായറാഴ്ചയാണ് AD 30 കർത്താവ് ഇതുപോലൊരു ഞായറാഴ്ചയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കർത്താവിനെ പെസഹ കുഞ്ഞാടായിട്ട് കർത്താവിനെ ക്രൂശിച്ചത്, പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടത് പെസഹ കർത്താവ് ബുധനാഴ്ച ദിവസം രാത്രി ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നമ്മൾ പലപ്പോഴും പെസഹ വ്യാഴം എന്നാണ് ക്രിസ്തീയ ലോകത്ത് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ കർത്താവ് ഒരു ബുധനാഴ്ച ദിവസം വൈകുന്നേരമാണ് കർത്താവ് ശിഷ്യന്മാരോടൊത്ത് കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്നതും. ഒരു വ്യാഴാഴ്ച ദിവസമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. നമ്മൾ പറയാൻ കാരണം എന്താ? നമ്മൾ ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ക്രിസ്തീയ ലോകത്ത് അവർ അങ്ങ് വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെട്ട ദിനമായിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, മത്തായി 12, നമ്മളിപ്പോൾ കൊളോസ്യർ 2 വരുവാണേ. മത്തായി 12-ാം അധ്യായത്തിൽ കർത്താവ് പരീശന്മാരോട് പറയുന്നൊരു വാക്യമുണ്ട്. എന്താ പറയുന്നത്? അവര് ഒരു അടയാളം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യോനയുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളമൊന്നും തരത്തില്ല. മത്തായി 12:38 അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളം അല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. അപ്പൊ യോനയുടെ അടയാളം എന്താ? 40-ാമത്തെ വാക്യം, യോന കടലാനയുടെ തിമിംഗലത്തിന്റെ വെയിലിന്റെ ബിഗ് ഫിഷിന്റെ വയറ്റില് 3 രാവും 3 പകലും വരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അപ്പം കർത്താവ് 3 രാത്രിയും 3 പകലും ഭൂമിയുടെ ഉള്ളില് കർത്താവ് മരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ആത്മാവും ദേഹിയും, കർത്താവിൻ്റെ ശരീരം അവിടെ ക്രൂശിൽ നിന്ന് അരമിത്യ ജോസഫിൻ്റെ പുതിയ കല്ലറയിൽ അവരെ അടക്കി. എന്നാൽ കർത്താവിൻ്റെ ആത്മാവും ദേഹിയും എങ്ങോട്ട് ചെന്നു? ഭൂമിയുടെ ഉള്ളറയിലേക്ക് ചെന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അന്ന് പർദീസ ഭൂമിയുടെ ഉള്ളറയിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെച്ചാൽ ഇന്ന് എന്നോടൊപ്പം നീ പർദീസയിലിരിക്കുമെന്ന് ആരോട് പറഞ്ഞു? ക്രൂശിലെ ഒരു വശത്തെ കള്ളനോട് പറഞ്ഞു. അപ്പം അന്ന് പർദീസ ഭൂമിയുടെ ഉള്ളിലായിരുന്നു. എന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതോടുകൂടി കർത്താവ് പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് അതിനുശേഷം പർദീസ ഇന്ന് 3-ാം സ്വർഗം എന്നറിയപ്പെടുന്ന പൗലോസ് 3-ാം സ്വർഗത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നല്ല നമ്മൾ 2 കൊരിന്ത്യർ 12 വായിക്കുന്നത്, 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ്. അപ്പം ഭൂമിക്ക് വെളിയിൽ അങ്ങ് ഉന്നതങ്ങളിലാണ് ഇന്ന് 3-ാം സ്വർഗം കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം.
കർത്താവിൻ്റെ ഉയർപ്പിന് മുമ്പ്, പുനരുത്ഥാനത്തിന് മുമ്പായിട്ട് പറുദീസ, അല്ലെങ്കിൽ എബ്രഹാംസ് ബുസം, എബ്രഹാമിൻ്റെ മാർവെന്നൊക്കെ ലാസറിൻ്റെയും ധനവാന്റെയൊക്കെ ഭൂമിയിൽ പറയുന്ന ലൂക്കോസ് 16 വായിക്കുന്ന ആ ഒരു ഉപമയല്ലത്. അതൊരു യഥാർത്ഥ സംഭവം കർത്താവോട് പറയുമ്പോൾ അവിടെ പറയുന്ന ആ പറുദീസയൊക്കെ ഇപ്പം ഭൂമിയുടെ ഉള്ളിലായിരുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പം 3 ദിവസവും 3 രാവും 3 പകലും ആവണമെങ്കിൽ വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടാലേ പറ്റത്തുള്ളൂ. വ്യാഴാഴ്ച ക്രൂശിക്കപ്പെടണമെങ്കിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ടു. 9 മുതൽ 12 വരെ ഉള്ള 3 നാഴിക നേരം, പിന്നെ 12 മുതൽ 3 വരെയുള്ള ആ നട്ടുച്ച സമയത്തുള്ള ആ ഒരു മധ്യാഹ്നത്തിലുള്ള അതിന് ശേഷമുള്ള ആ 3 നാഴിക നേരമാണ് അവിടെ ഭൂമിയിലെങ്ങ് ഇരുള് വ്യാപിച്ചതായിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ആ 3 നാഴിക തുടങ്ങുമ്പോഴാണ്, ആ രണ്ടാമത്തെ 3 നാഴിക തുടങ്ങുമ്പോഴാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിച്ച് കർത്താവ് നിലവിളിക്കുന്നത്, കർത്താവ് ക്രൈ ഔട്ട് ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ മുതലാണ്, ആ അവസാനത്തെ 3 നാഴിക നേരമാണ് കർത്താവ് നിത്യനരകാതന, നമ്മളെ സഹിക്കേണ്ടതായിട്ടുള്ള നിത്യമായിട്ടുള്ള നരകയാതന, കർത്താവ് ദൈവത്തിൻ്റെ ആ ക്രോധാഗ്നിയിൽ വെന്തെരിയുവാനിടയായ കർത്താവ്, ആ രണ്ടാമത്തെ 3 നാഴിക നേരമാണ് കർത്താവ് ആ ക്രോധാഗ്നിയെല്ലാം സഹിച്ച് അതിനുശേഷം കർത്താവ് വീണ്ടും പിതാവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വന്ന്, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ ജീവൻ വെടിയുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അതിനുശേഷം അപ്പം ജീവൻ വെടിഞ്ഞു, കർത്താവിൻ്റെ ശരീരം അവരടക്കി, കല്ലറയിൽ 3 നാൾ കർത്താവിൻ്റെ ശരീരം അടക്കി. എന്നാൽ ആ വ്യാഴാഴ്ച 3 മണിയോടെ മരിച്ചുവെങ്കിൽ 3 രാവും 3 പകലും എന്ന് പറയുമ്പോൾ, 3 പകൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ 3 പകലാണ്? വ്യാഴാഴ്ചയ്ക്ക് ശേഷമുള്ള 3 മുതൽ 6, അവരെ സംബന്ധിച്ചുള്ള 6 മണിയാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്ന ഒരു ദിവസം. അപ്പം വ്യാഴാഴ്ച വൈകിട്ട് 3 മുതൽ 6 മണി വരെയുള്ള സമയം. അപ്പം വ്യാഴാഴ്ച പകൽ, വെള്ളിയാഴ്ച പകൽ, ശനിയാഴ്ച പകൽ, 3 പകലായി. 3 രാത്രി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി. ഞായറാഴ്ച രാവിലെ പ്രഭാതത്തിന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നോക്കുമ്പോൾ 3 രാവും 3 പകലും നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴാണ്, അപ്പം വ്യാഴാഴ്ചയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്, കർത്താവ് അത്താഴം കഴിച്ചത് ബുധനാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അപ്പം പിറ്റേന്നാൾ ശബത്തായിരുന്നു എന്ന് നമ്മൾ വചനത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, പിറ്റേന്നാൾ ശബത്താകുമ്പോൾ ശനിയാഴ്ച അവിടെ നമ്മൾ ചിന്തിക്കുന്ന അന്നത്തെ ശബത്ത് അതൊരു ഹൈഡേ ആയിരുന്നു. അതൊരു സാധാ ശനിയാഴ്ച ശബത്തല്ലായിരുന്നു, അതൊരു വലിയ ശബത്തായിരുന്നു. നമ്മൾ യോഹന്നാൻ 19 അധ്യായത്തിൽ ആ വാക്യം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ 19 അധ്യായത്തിൻ്റെ 31 വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ സാധാരണ ഒരു ശബത്തായിരുന്നു, വലിയതും ആയിരുന്നു. ഫോർ ദാറ്റ് സബത്ത് വാസ് എ ഹൈ ഡേ. അപ്പം പിറ്റേ ദിവസം വെള്ളിയാഴ്ച ശബത്തായിരുന്നു. കർത്താവ് വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ശബത്തായിരുന്നു, പിന്നെ ശനിയാഴ്ച സാധാരണ ശബത്ത്. അതുകൊണ്ട് അപ്പോഴൊന്നും കർത്താവിൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾക്ക്, കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും പറ്റിയിരുന്ന സ്ത്രീജനങ്ങൾക്കും ഒന്നും കർത്താവിൻ്റെ ശരീരത്തെ അനോയിൻറ്റ് ചെയ്യുവാൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് ബോഡി അഭിഷേകം ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണം ആർക്കേ സാധിച്ചുള്ളൂ, അതിന് മുമ്പേ ചെയ്ത് ബദനിയിലെ മറിയത്തിന് മാത്രമേ കർത്താവിൻ്റെ ബോഡി അനോയിൻറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്ന് വെച്ചാൽ കർത്താവ് അവർ ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിട്ട്, സ്പൈസസുമായിട്ട് ആയിട്ടുള്ള അനോയിൻമെൻറ്റിന് വേണ്ടിയുള്ള, അഭിഷേകത്തിന് വേണ്ടിയുള്ള ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് അവിടെ അവർ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒഴിഞ്ഞൊരു കല്ലറയാണ് കാണുന്നത് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ കർത്താവ് ബുധനാഴ്ച ഒരു ബുധനാഴ്ച അന്ന് AD 30 ഏത് മാസത്തെ ബുധനാഴ്ചയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഷ പറയാൻ മാർച്ച് ഏപ്രിൽ മാസമാണ്. എന്നുവെച്ചാൽ അന്ന് പെസഹ ആചരിച്ച സമയത്താണ്. പെസഹ ആചരിക്കുന്ന സമയത്ത് കർത്താവ് ഗലീലയിലാണ് ജനിച്ചത്. ഗലീലയിലുള്ള കർത്താവ് ബത്ലഹേമിലാണ് ജനിച്ചത്. എന്നാൽ ഗലീലയിലുള്ള നസ്രയത്തിലാണ് കർത്താവ് വളർന്നത്. അപ്പം കർത്താവ് ഗലീലിയക്കാരനായിരുന്നു. ഗലീലിയ എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്താണ് ഗലീലിയ, തെക്ക് ഭാഗത്താണ് യെരുസലേമൊക്കെ ഉള്ളത്. യെരുസലേം ദേവാലയത്തിലായി ഈ പെസഹ ആചരിക്കുന്നത്. അപ്പം കർത്താവ് പെസഹ ആകുമ്പോഴത്തേക്കും ഈ പരീക്ഷമാരെ ശാസ്ത്രമാരെ തക്കം നോക്കിയിരിക്കുക. പെസഹ ആകുമ്പോഴത്തേക്കും എന്തായാലും കർത്താവ് ഇങ്ങോട്ട് യെരുസലേം ദേവാലയത്തിലേക്ക് വരാതിരിക്കത്തില്ല. അപ്പം ആ തക്കം നോക്കി കർത്താവിനെ അവർ അറസ്റ്റ് ചെയ്ത് ക്രൂശിക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. യൂദാസ് ഒറ്റുകൊടുക്കാനായിട്ട് സന്നദ്ധനായിട്ട് ചെല്ലുകയും ചെയ്തു. കാര്യങ്ങൾ എളുപ്പമായി പിശാചിന്.
പിശാചേന യൂദാസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടൊക്കെ, അപ്പം ഖണ്ഡം വാങ്ങിയ ശേഷം യൂദാസിന്റെ ഉള്ളിലേക്ക് സാത്താൻ പ്രവേശിക്കുന്നതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 13 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയാൻ കാരണം എന്താ? അവര് പെസഹ ആചരിച്ചത് യഹൂദന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ വർഷാരംഭം. നമ്മളിപ്പോൾ ജനുവരി എന്ന് പറയുന്നത് വരെ നമ്മളുടെ ഗ്രിഗോറിയൻ കലണ്ടർ ഫോളോ ചെയ്യുന്നു. അവരുടെ ജൂയിഷ് കലണ്ടറിൽ വർഷാരംഭം എന്ന് പറയുന്നത് നിസാൻ എന്ന് പറഞ്ഞ മാസമാണ്. നിസാൻ, അബീബ് മാസം, ടെൽ അബീബ് എന്നൊക്കെ ഇസ്രയേലിലെ ഒരു ദേശത്ത് നമുക്കറിയാവില്ല. അബീബ് ആ അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം ആണ് അവരുടെ വർഷാരംഭം. ആ വർഷാരംഭം അത് നമ്മൾ പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച്, പെസഹ ആചരിക്കുന്നത് എന്താ? മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം പാസ് ഓവർ ചെയ്തു. പെസാഖ് എന്നുള്ള ആ ഒരു എബ്രായ പദത്തിന് പാസ് ഓവർ അല്ലെങ്കിൽ കടന്നു പോകുന്നു, പാസ് ഓവർ എന്നുള്ളൊരു ചാടിക്കടക്കുന്നു എന്നുള്ളൊരു പെസാഖ് എന്ന് പറയുന്നൊരു എബ്രായ പദമാണ്. അതാണ് പിന്നെ നമ്മൾ മലയാളത്തിൽ പെസഹ, ഇംഗ്ലീഷിൽ പാസ് ഓവർ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിലേക്ക് വരുമ്പം ഈ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് മോശയോട് പറയുമ്പം ഒരു ദിവസം ദൈവത്തെ സംബന്ധിച്ചാൽ അതിനുമായിട്ടുള്ള ദൈവം പറയുമോ, ഒരു ദിവസം കർത്താവ് പറയും, ഇതാ നിങ്ങളുടെ വർഷാരംഭം, ഇതാ നിങ്ങളുടെ ജനുവരി 1 പറയൂ. അതാ നമ്മൾ പുറപ്പാട് പുസ്തകം 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിന് 1-ാം മാസം ആയിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ 10-ാമത്തെ ദിവസം, ഈ മാസത്തിന്റെ 10-ാമത്തെ ദിവസം 3-ാമത്തെ വാക്യത്തിൽ ഈ മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിയാണ് ഈ പെസഹ ആട്ടിൻകുട്ടിയായിട്ട് അറുക്കപ്പെടേണ്ടത്. അത് 14-ാം നാളിലാണ് അറുക്കേണ്ടത്. അപ്പൊ ആ ഒരു 3.5 ദിവസം അതിനെ ഒബ്സർവ് ചെയ്യണം. കർത്താവ് 3.5 വർഷക്കാല കർത്താവിനെ പരശുശ്രൂഷ, ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയായിട്ടുള്ള കർത്താവിനെ പരശുശ്രൂഷ, എത്ര കൃത്യമായിട്ടുള്ള ആ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയായതായിട്ട് നമ്മൾ കാണുമ്പോൾ വളരെ ആശ്ചര്യം. കർത്താവ് എത്ര ഊനമില്ലാത്തതായിട്ട് 5-ാമത്തെ വാക്യത്തില് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും, കർത്താവിൽ ഒരു പാപമില്ലാത്തവൻ, 1 വയസ്സ് പ്രായമുള്ള ആ ഒരു കർത്താവ് മെച്ചുറായ ഒരു 30 വയസ്സിന് ശേഷം കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്നത്. ഇപ്പോൾ 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം, അതിനെ ഒബ്സർവ് ചെയ്യണം. അതിനെന്തെങ്കിലും ഊനോ എന്തെങ്കിലും ഉണ്ടോ, വല്ല അസുഖം പിടിച്ചതാണോ, വല്ല ഇപ്പം എന്തെങ്കിലും കുഴപ്പം പിടിച്ച ആടാണോ എന്നൊക്കെ നോക്കി കർത്താവ് 30-ാമത്തെ വയസ്സിൽ തന്നെ പിതാവ് ഒരു ഊനമില്ലെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെയും 3.5 വർഷക്കാലം കർത്താവിന്റെ ഈ ഓരോ പേജിലും വലിയൊരു എസ്സേ എഴുതുക. അപ്പം ടീച്ചർമാർ ഓരോ പേജിലും ടിക്കിട്ട് വെരി ഗുഡ്, എക്സലന്റ് എന്ന് എഴുതുന്നത് പോലെ ശുശ്രൂഷയുടെ ആരംഭത്തിലെ കർത്താവ് പിതാവ് അവിടുന്ന് ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശുശ്രൂഷയുടെ മധ്യത്തില് അവിടെ മറുരൂപമലയില് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ ശബ്ദം കേൾക്കുമെന്ന് മത്തായി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ശുശ്രൂഷയുടെ അവസാനം യോഹന്നാൻ 12-ാം അധ്യായത്തില് സ്വർഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ 12-ാം അധ്യായത്തിലെ വാക്യം നമുക്ക് പരിചയമുണ്ട്. യോഹന്നാൻ 12-ന്റെ ഇവിടെ ഒരു പുറപ്പാട് 12-ൽ ഒരു വിരൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 12-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിൽ വോയിസ് കെയിം ഫ്രം ഹെവൻ, അത് 28-ാമത്തെ വാക്യത്തിൽ 12-ന്റെ 28-ൽ പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. അവിടെ ഒരു അറ്റസ്റ്റേഷൻ, ഒരു സീല്. കർത്താവിന്റെ 3.5 വർഷത്തെ ജീവിതം, അവിടെ ഓരോ പേജിലും ഓരോ സീല്. ശുശ്രൂഷയുടെ തുടക്കത്തില് യോർദാൻ നദിക്കരയിലെ സ്നാനജലത്തിന്റെ അവിടെ പിതാവിന്റെ ഒരു സീല്, പിന്നെ ശുശ്രൂഷയുടെ നടുവില് മറുരൂപമലയിലൊരു സീല്, പിന്നെ ശുശ്രൂഷയുടെ ഒടുക്കം വീണ്ടും ഒരു സീല്, അറ്റസ്റ്റേഷൻ, മഹത്വപ്പെടുത്തിയിരിക്കും ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദം. 3 സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നപ്പോൾ ഊനമില്ലാത്ത കുഞ്ഞാട്, ഇവനിൽ പാപമില്ല, അവൻ പാപത്തെയെല്ലാം ജയിച്ചു, നമ്മെപ്പോലെ തന്നെ കർത്താവ് വന്നു, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. പാപജടത്തിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ജഡം തന്നെ, അതിൽ പാപമില്ലായിരുന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. അങ്ങനെ കർത്താവ് വന്നു, നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടും കർത്താവ് ജയിച്ചതായിട്ടൊക്കെ നമ്മൾ എബ്രായർ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഈ 14-ാം തീയതി ഈ നിസാൻ മാസം 14-ാം തീയതി രാത്രി, നിസാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ മാസം. അപ്പം പക്ഷെ ഇന്ന് ക്രിസ്തീയ ലോകം ഈസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊരു ഞായറാഴ്ച ദിവസം വരാൻ വേണ്ടി, പിന്നെ ഈ സൂര്യോത്സവത്തിന്റെയൊക്കെ ഒരു ജാതീയതയുടെ ഒരു ആരംഭമൊക്കെ അതിനുള്ളത് കൊണ്ട് സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ, അതായത് ആ മഞ്ഞുകാലം കഴിഞ്ഞിട്ട്
സൂര്യൻ യുനോ ഭൂമിയുടെ ആ ഒരു ഇക്വേറ്ററിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഒരു ഇക്വിനോക്സിന്റെ എക്സാക്ട് മലയാള പദം ഞാൻ നോക്കി കണ്ടുപിടിക്കും. സ്പ്രിംഗ് ഇക്വിനോക്സ് അതിന് പറയുന്നത്. അപ്പൊ ആ സ്പ്രിംഗ് ഇക്വിനോക്സ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച, ഫസ്റ്റ് സൺഡേ ആഫ്റ്റർ ദ ഫുൾ മൂൺ ദാറ്റ് ഒക്കേഴ്സ് ഓൺ ഓർ ആഫ്റ്റർ ദ സ്പ്രിംഗ് ഇക്വിനോക്സ് ആണ് ഈസ്റ്റർ ആയിട്ട് ക്രിസ്തീയ ലോകം കൊണ്ടാടുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു മാർച്ച് 31 ഈസ്റ്റർ എന്നുള്ളൊരു ഇത് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും നമ്മളിപ്പം ഗൂഗിളിൽ തന്നെ ഈ വർഷത്തെ നിസാൻ മാസം 14 കർത്താവ് ക്രൂശിക്കപ്പെട്ടു, 17 മൂന്ന് നാൾ കഴിഞ്ഞിട്ട് 17 കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ ഈ വർഷത്തെ ശരിക്കും ഈ വർഷത്തെ നിസാൻ 17 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം 25 വരത്തേ ഉള്ളൂ. പക്ഷെ ഇതൊരു ഞായറാഴ്ച തന്നെ ആകേണ്ടതിനായിട്ട് ട്രഡീഷണൽ ചേർച്ചസ്, പാരമ്പര്യ സഭകൾ ഈസ്റ്റർ ആയിട്ട് ഞായറാഴ്ച വരേണ്ടതിനായിട്ട് ഈ സ്പ്രിംഗ് ഇക്വിനോക്സ് അതിന്റെ ആ ഫുൾ മൂൺ പൂർണ്ണയത്തിനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സൺഡേ അവർ ഈസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പം നമ്മൾ പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈസ്റ്റർ എന്നുള്ള വാക്കിന്റെ ജാതീയമായ ഒറിജിനൊക്കെ നമ്മൾ ആ സാക്ബറിന്റെ ആ ലേഖനത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റർ ആശംസകളെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാത്ത. എന്നാൽ നമുക്ക് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളുടെ സഹപാഠികളുടെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ തന്നെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഇന്ന് രാവിലെ യോഹന്നാൻ 11:25 ഇട്ടു. അതായത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പം നമ്മളുടെ അവിശ്വാസികളായിട്ടുള്ള കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിഞ്ഞിട്ടില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു അവസരം ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും നമ്മളതിന്റെ ആ ഒരു ജാതീയമായ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ കാണുന്നില്ലെങ്കിലും ആ അവസരങ്ങളൊക്കെ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാനും കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ഒരു വചനമൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ദിവസം നമ്മളുടെ സെക്യുലർ ഗ്രൂപ്പ്സിലോ ബാച്ച് ഗ്രൂപ്പിലോ ഒക്കെ ഇട്ടാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഇതുപോലൊക്കെയുള്ള അവസരത്തിൽ ഇട്ടാൽ അവർക്ക് പിന്നെ ഒന്നും പറയാനും പറ്റത്തില്ല, കഴിച്ചിട്ടൊക്കെ ഇറക്കാനും പറ്റത്തില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല എന്ന രീതിയിൽ അവർ പിന്നെ എന്തായാലും ഒരു ദിവസമല്ലേ, വർഷത്തിൽ 2 ദിവസമല്ലേ, സഹിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ അത് വേറെ ആർക്കെങ്കിലും അത് ചിലർക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും, ചിലർക്ക് മരണത്തിലായിരിക്കും ആ വചനം ചെല്ലുന്നത്. പക്ഷെ ചിലർക്ക് അത് ജീവനിലേക്ക് ആർക്കെങ്കിലും അതൊരു പ്രത്യാശയുടെ തിരുനാളുമായിട്ട് ഇതിന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നുള്ള ആ വചനമൊക്കെ അത് ആർക്കെങ്കിലും അതൊരു ജീവനായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ജാതീയമായ രീതിയിലുള്ള ഒരു അതിൻ്റെ ഒറിജിനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മൾ തിരിച്ച് കൊളോസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം ജയോത്സവം കൊണ്ടാടി യേശു കർത്താവ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോജി പറയുന്നത് കേട്ടതുപോലെ പൗലോസ് ജയോന്നും പറഞ്ഞാൽ പോരാ, ഉത്സവം പറഞ്ഞാൽ പോരാ, ജയോത്സവം. അപ്പൊ അതിന്റെ ആ ഗ്രീക്ക് വാക്ക് സ്വാഭാവികമായിട്ട് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ ജയോത്സവം എന്നുള്ള വാക്ക് ത്രിയാംബുവോ എന്നുള്ളൊരു വാക്കാണ്. അത് 2 തവണയെ പുതിയ നിയമത്തില് ഗ്രീക്കില് 2 തവണയെ ആ ട്രയംഫ് എന്നുള്ള ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഇവിടെ കർത്താവ് ജയോത്സവം കൊണ്ടാടിയതായിട്ട്, വേറെ എവിടെ ആയിരിക്കും ജയോത്സവം? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ കർത്താവ് നമ്മളെ സൗരഭ്യവാസനയായിട്ട് നടത്തുന്നു, ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്നു എന്ന് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അവിടെ നമ്മൾ ജയോത്സവം, നമ്മളിലൂടെ ദൈവം ഒരു ജയോത്സവം നടത്തുന്ന ഒരു കാര്യം വായിക്കുന്നത്. ക്രിസ്തു ജയോത്സവം കൊണ്ടാടി ആ ജയോത്സവമായിട്ട് കർത്താവിന്റെ സൗരഭ്യവാസനയായിട്ട് ദൈവം നമ്മളെ നടത്തുന്ന ഒരു ജയോത്സവത്തിന്റെ കാര്യമാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവിനെ മണക്കുന്നതിനെ കുറിച്ച്, ആ സൗരഭ്യവാസനയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ആ കർത്താവിന്റെ ഒരു ജയോത്സവം സൗരഭ്യവാസനയായിട്ട് അതായി തീരണമെങ്കിൽ ഈ ജയോത്സവം, കർത്താവ് ജയോത്സവം കൊണ്ടാടിയതിനെ നമ്മൾ ആ സത്യത്തിനെ നമ്മൾ വിശ്വസിക്കുകയും ആ സത്യത്തിനെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വചനമാണ് നമ്മളെ ജയോത്സവമായിട്ട്, ആ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് നമ്മളെ ജയോത്സവമായിട്ട് നടത്തുന്നത്. നമ്മൾ കൊളോസ്യർ 2:14 നമ്മൾ തിരിച്ചു വരാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കൊളോസ്യർ 2:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഹാവിങ് ക്യാൻസൽഡ് ഔട്ട് ദ having forgiven us all our transgressions എന്നതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിൽ അത് 14-ാമത്തെ വാക്യത്തിലാണ്. അപ്പൊ കർത്താവ് നമ്മളതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനോടുകൂടി ഉയർപ്പിച്ച് അവനോടുകൂടി ജീവിപ്പിച്ചു. യേശുവിനോടുകൂടി നമ്മളെ ജീവിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുക നമ്മുടെ അതിക്രമങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചു. ഹാവിങ് forgiven us
ഓൾ അവർ ട്രാൻസ്ഗ്രഷൻസ്, നമ്മളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് മലയാളം പരിഭാഷയിൽ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എന്ന അങ്ങനെ അങ്ങ് പരിഭാഷപ്പെടുത്തിയിരിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളുടെ അതിക്രമങ്ങളൊക്കെയും കർത്താവ് ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഹാവിങ് ക്യാൻസൽഡ് ഔട്ട് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെറ്റ്, ഒരു കൈയെഴുത്ത്, സർട്ടിഫിക്കറ്റ് എന്നുള്ള വാക്ക് കൈയെഴുത്ത്, നമ്മളുടെ കടത്തിൻ്റെ ഒരു കടച്ചീട്ട്. നമ്മളെ ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ നമ്മൾ ലംഘിച്ചാണ് ജീവിച്ചത്. നമ്മളെ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് നമ്മൾ കൽപ്പനകളെ അനുസരിക്കാതെ നമ്മൾ ജീവിച്ചു, നമ്മൾ പാപത്തിലായിരുന്നു. ആ ഒരു കടം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് ദൈവത്തോട് നമുക്കുണ്ട്. ആ കടത്തിൻ്റെ ചീട്ട് കർത്താവ് എന്ത് ചെയ്തു? അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം ഒരാൾ നമ്മളോട് ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, നമ്മൾ പറയുക ഇനിയിപ്പോൾ ആ കടത്തിലെ ആ മുദ്രപ്പുറത്ത് അതൊക്കെ അങ്ങ് ചെയ്ത് കളഞ്ഞിനിപ്പം നിങ്ങളൊന്നും പേ ചെയ്യണ്ട എന്ന് പറയുന്നത് പോലെ ആ ക്യാൻസൽ ഔട്ട് ചെയ്തു ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെറ്റ്. അതാ നമ്മൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച്, അതങ്ങ് കർത്താവ് മായിച്ച് ക്യാൻസൽ ഔട്ട് ചെയ്തു. ആ സർട്ടിഫിക്കറ്റിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഡിക്രീസാ ഉള്ളേ. അതാ ചട്ടങ്ങളുണ്ട്, ക്ഷമിച്ച ചട്ടങ്ങളാൽ എന്ന് പറഞ്ഞ മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. അതായത് അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു, നമുക്ക് വിരോധവും പ്രതികൂലവുമായിട്ടുള്ള കൈയെഴുത്തുണ്ട്. ആ കൈയെഴുത്തിനകത്ത് ദൈവത്തിൻ്റെ ചട്ടങ്ങളാണുള്ളത്, കൺസിസ്റ്റിംഗ് ഓഫ് ഡിക്രീസ്. ആ ഒരു ആ കടച്ചീട്ടിനകത്ത് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, നമ്മൾ ലംഘിച്ച ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ലംഘിച്ചു. ആ കടച്ചീട്ട് കർത്താവ്, ആ കടത്തിന്റെ ആ ചീട്ട് കർത്താവ് അങ്ങ് കീറിക്കളഞ്ഞു. അപ്പൊ അവിടെ ഡിക്രീസ്, കൺസിസ്റ്റിംഗ് ഓഫ് ഡിക്രീസ് എഗൻസ്റ്റ് അസ്, നമുക്ക് വിരോധമായിട്ടുള്ള ചട്ടങ്ങൾ എന്നുള്ളതല്ല, മറിച്ച് ഇത് ഗ്രീക്കിൽ നമ്മൾ നോക്കുമ്പം ആ സിംഗുലർ ാണ് സർട്ടിഫിക്കറ്റ്, ആ കൈയെഴുത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വിരോധമായിട്ടുള്ളത്. ആ കടച്ചീട്ട്, നമുക്ക് വിരോധമായിട്ടുള്ള ആ കടച്ചീട്ട്, നമുക്ക് വിരോധമായിട്ടുള്ള കൈയെഴുത്ത്. മലയാളത്തിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള കൈയെഴുത്ത് എന്ന് തന്നെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വിരോധവും പ്രതികൂലമായിട്ടുള്ള ആ കൈയെഴുത്തിനകത്ത് ദൈവത്തിന്റെ ചട്ടങ്ങൾ, നമ്മൾ ലംഘിച്ച ചട്ടങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ നമുക്ക് വിരോധമായിട്ടുള്ള ചട്ടങ്ങളല്ല. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഡിക്രീസ് അഗൻസ്റ്റ് അസ് എന്നുള്ളൊരു ഇത് വരും. അവിടെ ശരിക്കും ഒരു കോമയുണ്ട്. ശരിക്കും സർട്ടിഫിക്കറ്റ് ജിസ് അഗൻസ്റ്റ് അസ്, ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെറ്റ് കർത്താവ് ക്യാൻസൽ ഔട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം. വലിയൊരു നീണ്ട സെന്റൻസ് എഴുതിയുകൊണ്ട്, ഗ്രീക്കില് വലിയ നീണ്ട സെന്റൻസ് എഴുതിയുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനതൊന്ന് പിരിച്ചു പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പം കർത്താവ് അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു, നമുക്ക് വിരോധവും പ്രതികൂലമായിട്ടുള്ള കൈയെഴുത്ത് കർത്താവ് മായ്ച്ചു കളഞ്ഞു. ആ കൈയെഴുത്തിൽ നമ്മൾ ലംഘിച്ച ചട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ആ കടച്ചീട്ട് എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച് അത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതങ്ങ് ടേക്കൺ ഇറ്റ് ഔട്ട് ഓഫ് ദി വേ, അതിന് വാലിഡ് അല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുമോ 15-ാമത്തെ വാക്യത്തിൽ ഈ ജയോത്സവത്തെ കുറിച്ച് പറയുന്നത് വാഴ്ചകളും അധികാരങ്ങളും വീണുപോയ ദൂതന്മാരെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. നമ്മളുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണെന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നേ? എഫേസ്യർ 6-ന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ യുദ്ധം ഈ വാഴ്ചകൾക്കും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഒക്കെയാണ് നമ്മളുടെ യുദ്ധം ഉള്ളത്. അപ്പം ഈ വാഴ്ചകളെ അധികാരങ്ങളെയൊക്കെ ആയുധവർഗം വെപ്പിച്ചു. ഹി ഹാസ് ഡിസാംഡ്, അവരുടെ ആയുധമൊക്കെ എടുത്തു കളഞ്ഞു. ഇപ്പം പിശാചിന് ആയുധം ഉണ്ടോ? ഇപ്പം വലിയൊരു കൊള്ളക്കാരൻ വന്ന് വലിയ AK-47 തോക്കുമായിട്ട് നിൽക്കുക. ആ AK-47 തോക്ക് നമ്മളുടെ കയ്യിലോട്ട് ഇനി തന്നു. അപ്പം പിന്നെ അവന് ആയുധമില്ല, നമ്മളുടെ കയ്യിൽ ആയുധമുള്ളേ. അപ്പൊ അവനെ ഇനി നമ്മളെ പേടിക്കണ്ടേ? ആ ഒരു കാര്യം നമ്മളോട് വായിക്കുന്നത്. ഹി ഹാസ് ബിൻ ഡിസാംഡ്, അവന്റെ ആയുധവർഗം. അവന് പിശാച് ഇന്ന് തന്ത്രങ്ങൾ കൊണ്ട് അവരെ തല തകർക്കപ്പെട്ടു. ഒരു പാമ്പിന്റെ തല തകർത്താൽ എന്താ ചെയ്യുന്നത്? പാമ്പ് പിന്നെ വാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കും. വാല് മാത്രം നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് പേടിയാവും, പക്ഷെ തല തകർത്തതായിട്ടും കൂടെ നമ്മൾ കാണണം. ഇന്ന് അവൻ വാലിട്ട് അനേകരെ പീഡിപ്പിക്കാനും വഞ്ചിക്കാനും അപവാദം പറയാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിശാച് എന്ന അവന്റെ തല കാൽവരി കുരിശിൽ കർത്താവ് തകർത്ത് കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം കർത്താവ് വെപ്പിച്ചു. ക്രൂസില് അവരുടെ മേലെ, ഈ വാഴ്ചകളുടെ അധികാരങ്ങളുടെ മേലെ, ഈ ദുഷ്ടാത്മസേനയുടെ മേലെ കർത്താവ് ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. അവര് നിരായുധരായി തീർന്നു എന്നുള്ളൊരു കാര്യം അവർ പരസ്യമാക്കി കളഞ്ഞു. ക്രൂസിലൂടെ ദൈവം ചെയ്തൊരു കാര്യം ഇന്ന് വചനത്തിലൂടെ നമുക്കത് പരസ്യമായി കഴിഞ്ഞു. നമുക്കത് പരസ്യമായിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? പിശാചിന്
അവന്റെ ആയുധവർഗമൊന്നും ഇല്ല, പിശാച് ഒരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടതുപോലെ കളി തുടങ്ങുന്നതിന് മുമ്പേ ജയിച്ചു എന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാല് നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തില് നമ്മള് ജയിച്ചവന്റെ പക്ഷത്താ ഉള്ളത്. പിന്നെ നമ്മളായിട്ട് പിന്നെ പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ള കാര്യമായിരുന്നു നമ്മള് അതിൽ പല കാര്യങ്ങളിൽ പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യർ 4:27 വാക്യം നമ്മൾ ചിന്തിച്ചു. അപ്പോ പല കാര്യങ്ങള് അവിടെ നമ്മൾ കണ്ടു. എന്തൊക്കെയാ? നമ്മളുടെ കോപം കൊണ്ട്, പിന്നെ ഭോഷ്കു കൊണ്ട്, വ്യർത്ഥ മനസ്സുകൊണ്ട്, ഹൃദയ കാഠിന്യം കൊണ്ട്, ചതിമോഹങ്ങൾ കൊണ്ട്, നിഗളം കൊണ്ട്, ക്രോധം, വിരോധം കൊണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട്. അതായത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, മണി ഓണ പ്ലഷേഴ്സിൽ വിടുന്ന കാര്യങ്ങൾ ഇതെല്ലാം. ആ ഒരു ലോകത്തിൻ്റെതായ പണത്തിന്റെ പ്രതാപം, പിന്നെന്താ മനുഷ്യമാനം, പിന്നെ ജഡികമായിട്ടുള്ള പാപങ്ങൾ. അതിനൊക്കെ നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോഴാണ് പിശാച് പിന്നെ അധികാരം പറഞ്ഞുകൊണ്ട് ഉണക്കമീനുള്ളടുത്ത് ആര് വരും? പൂച്ച വരും. പൂച്ചയെ എന്ത് ചെയ്യണ്ട? പൂച്ചയെ കുറിയടിച്ച് വിളിക്കണ്ട. പൂച്ചയ്ക്ക് കുറിയടിച്ച് നീ കുടുംബസമേതം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പൂച്ചയോട് കുറിയടിച്ച് വിളിക്കേണ്ട കാര്യമില്ല. ഉണക്കമീന്റെ മണം കിട്ടിയ അവന് ഞെത്ത് എന്ന് പറയുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഉണക്കമീൻ, എന്തെങ്കിലും ഒരു പാപത്തിന്റെ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒരു കോപം, കയ്പ്, ചില കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ താലോലിച്ച് നമ്മൾ അതിൽ തന്നെ അങ്ങനെ നമ്മളുടെ ആ ഒരു പാപങ്ങളിൽ നമ്മളങ്ങ് മുഴുകിയിരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു മാനസാന്തരം ഇല്ലാതെ നമ്മളിപ്പോൾ പാപത്തിൽ വീണുപോയി, പെട്ടെന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണേ, കർത്താവേ എന്നെ സഹായിക്കണം, എനിക്ക് പാപത്തിൽ ജയിക്കണം, അവിടത്തേക്ക് പ്രസാദപരമായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ പ്രശ്നം കഴിഞ്ഞു. എന്നാൽ നമ്മൾ ആ പാപത്തിൽ തന്നെ എനിക്ക് ആ പാപജീവിതത്തിൽ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എനിക്കങ്ങ് പോകണം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങനെ നമ്മളെ തന്നെ അങ്ങനെ ആ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ എന്താ പറ്റുന്നേ? പിശാച് പിന്നെ അധികാരം പറഞ്ഞുകൊണ്ട് വരും. അവന് നമ്മളുടെ മേല് ശക്തി എടുക്കാനുള്ള ഒരു അവസരം നമ്മൾ തന്നെ കൊടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൂശിൽ നമ്മളിപ്പം കൊളോസ്യർ 2:14-15 കണ്ടു. ഇതേപോലെ എബ്രായർ 2:14 വാക്യം, കൊളോസ്യർ 2:14 എന്ന് പറയുന്നത് പോലെ തന്നെ എബ്രായ ലേഖനത്തിലും ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ പിന്നീട് മനുഷ്യർ ചെയ്തതാണെങ്കിൽ പോലും അല്ല ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2:14 അവിടെ കൊളോസിയൻസ് 2:14, ഇവിടെ എബ്രായർ 2:14 നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് അങ്ങനെയുള്ള ചില വേഴ്സ് റെഫറൻസ് ഉണ്ട്. അവിടെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തില് യഥാർത്ഥത്തിൽ ക്രൂശിൽ ചെയ്ത ഒരു കാര്യം അവിടെയും നമ്മളവിടെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2:14 വാക്യത്തില് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട്, അതായത് നമ്മൾ ജഡം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരത്തെ ഉദ്ദേശിക്കുന്നത്, ശരീരവും രക്തവും നമുക്കുണ്ട്. അപ്പം നമ്മൾ ഈ ജഡവും രക്തങ്ങളോടും ഒക്കെ കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, കർത്താവ് നമ്മളെപ്പോലെ തന്നെ ഒരു ശരീരത്തിലെ രക്തമൊക്കെ ഉള്ള ഒരു ശരീരത്തിലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായിട്ടുള്ള പിശാചിനെ, മരണത്തിന്റെ അധികാരി ആരായിരുന്നു? പിശാചായിരുന്നു. എന്ന ആ അധികാരിയായിട്ടുള്ള പിശാചിനെ തന്റെ മരണത്താൽ യേശു തന്റെ ക്രൂശ് മരണത്താൽ നീക്കി, റെൻഡേർഡ് പവർലെസ്, അവനെ ശക്തിയില്ലാത്തവനായി തീർത്തു. അവനെ മരണത്താൽ കർത്താവ് നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ നമ്മള് അയ്യോ എപ്പം മരിക്കും, വല്ല ക്യാൻസർ വരുവോ, കോവിഡ് വരുവോ, അല്ലെങ്കിൽ വേറെ വല്ല ആക്സിഡന്റ് വരുവോ, എന്തെങ്കിലും മരിച്ചു പോവുമോ, തട്ടിപ്പോവോ എന്ന് ഭയപ്പെട്ടിരുന്നവരെ എന്ത് ചെയ്തു? അടിമകളെയൊക്കെയും വിടുവിച്ച് എന്നുള്ളൊരു കാര്യം നമ്മളോട് വാഗ്ദാനം. that he might free those who through fear of death were subject to slavery all their lives. അവര് അടിമത്തത്തില് മരണത്തിന്റെ ഭയത്തിന്റെ അടിമത്തത്തിലായിരുന്നു ജനങ്ങള്. ഇന്ന് ദൈവം നമ്മളെ ആ മരണത്തിന്റെ ഭയം, ഇന്ന് നമ്മളെ മരണഭയം വേട്ടയാടുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ? എന്ന് കർത്താവിന്റെ കരങ്ങളിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോലൊക്കെ കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മളെവിടെ വായിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ 18-ാമത്തെ വാക്യത്തില്, വെളിപ്പാട് 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെ അധികാരിയായിട്ട് പിശാചിനെ തോൽപ്പിച്ച് ഇപ്പൊ മരണത്തിന്റെ താക്കോല് ആരുടെ കൈവശമുള്ളേ? നമ്മള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് നമ്മളുടെ സ്വന്തം ഇച്ഛകളിൽ അങ്ങനെ അങ്ങ് പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തിന് മുമ്പേ ഒരുപക്ഷെ നമ്മള് മരിച്ചു പോയെന്ന് വരാം. എന്നാൽ
നമ്മളുടെ ജീവിതം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മൾ നിർമ്മല മനസാക്ഷിയോട് ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തെ നമ്മൾ മരിക്കത്തുള്ളൂ. ഒരു ആക്സിഡൻറ്റിനോ ഒരു ക്യാൻസറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബാധയ്ക്കോ ഒരു ഭൂമികുലുക്കത്തിനോ പ്രളയത്തിനോ ഒന്നിനും നമ്മളെ തൊടാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഐ ഹാവ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഹെയ്ഡീസ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കർത്താവിൻ്റെ കൈവശം ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മളവിടെ വെളിപാട് 1-18 നമ്മൾ വായിക്കുന്നത്. നമ്മൾ കർത്താവ് കൊണ്ടാടിയ ആ ജയോത്സവത്തിൽ നമ്മളിന്ന് പങ്കാളികളാണോ? നമ്മൾ ആ ത്രിയാമ്പൂ എന്നുള്ള ആ വാക്ക് നമ്മൾ പറഞ്ഞു 2 Corinthians 2 ഉള്ളതെന്നുള്ളൊരു കാര്യം നമ്മളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ. നമുക്ക് അതിലേക്കൊന്ന് വരുമ്പം അവിടെ കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് എപ്പോഴും നടത്താൻ മതിയായവനാണ്, നടത്തുന്നു എന്നാണ് പൗലോസിന്റെ സാക്ഷ്യം. നമുക്കും ആ സാക്ഷ്യം വരേണ്ടതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ 2 Corinthians 2 വരുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന്റെ കർത്താവിനെ അറിയുന്നതിന്റെ ആ ഒരു സൗരഭ്യവാസനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് നമ്മളിവിടെ ആ ജയോത്സവം ത്രയാംബോ എന്നുള്ള ആ പദം. ത്രയാംബോ എന്ന് പറയുമ്പോൾ ട്രയംഫ് എന്നുള്ള വാക്കിനെ വളരെ സിമിലർ ആണ്. അതായത് ബാബേൽ ഗോപുരത്തിൽ വെച്ച് ഭാഷകൾ കലക്കിയപ്പം പല പദങ്ങളും വളരെ സിമിലർ ആയിട്ടുള്ള പദങ്ങളാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാദർ പിതാവ്, മാതാവ്, മാ, അമ്മ എല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള പദങ്ങളാണ്. ഇപ്പം ത്രിയാംബോ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രയംഫ് എന്നുള്ളൊരു കാര്യം. നമ്മള് പിശാചിന്റെ മേല് കർത്താവ് പിശാചിന്റെ മേല് ജയോത്സവം കൊണ്ടാടി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ജയോത്സവം കൊണ്ടാടുവാൻ തക്കവണ്ണം നമുക്ക് തടസ്സമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കുന്ന ഏതെങ്കിലും മേഖലകൾ നമ്മളെ കഴിഞ്ഞ ആഴ്ച കോപത്തിന്റെയും കയ്പിന്റെയും നിഗളത്തിന്റെയും ഒക്കെ കാര്യം നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നിഗളത്തിന് ഇടം കൊടുക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ പാപങ്ങളും കയറി വരുന്നത്. എന്ന് വെച്ചാൽ പിശാച് എങ്ങനെയാ പിശാചായി തീർന്നത്? പ്രധാന ദൂതൻ സാത്താനായിട്ട് തീർന്നത് അവന് നിഗളം മൂലമാണ്. അവന് ഞാൻ എന്നെ തന്നെ ഉയർത്തും എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവനത് പിശാചായി മാറിയത്. നമ്മളുടെ ജീവിതത്തിലും ആ ഒരു ഏതെങ്കിലും മേഖലകൾ നമുക്ക് വെളിച്ചമുള്ള ഏതെങ്കിലും മേഖലകൾ നമുക്കായിട്ട് തന്നെ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നിഗളം ഞാനെന്നുള്ള ഒരു എൻ്റെ ഇഷ്ടം, അതോ നമ്മൾ ദൈവമുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് നമ്മെ തന്നെ തുടർമാനമായിട്ട് സമർപ്പിക്കും. കർത്താവേ, ഒരിടത്തും കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ വരട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? ഏതൊരു കാര്യത്തിലും കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും എനിക്ക് ചെയ്യേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി, ഞാൻ ഒരു 0 ആയിട്ടൊരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ പിന്നെ പിശാചിന് യാതൊരു ഇടവും കാണത്തില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിന് ഉള്ള എന്തെങ്കിലും ഇടങ്ങളൊക്കെ നമ്മൾ തുരത്തി വിട്ടിട്ട് നമ്മൾ അവിടെ ഒന്നും നിറയ്ക്കാതിരുന്ന എന്ത് പറ്റും? ലൂക്കോസ് 11 നമ്മളൊന്ന് വരുവാണെങ്കിൽ ലൂക്കോസ് 11 അവിടെ അതിൽ 24 വാക്യത്തില് അശുദ്ധാത്മാവ് പോയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലൂക്കോസ് 11 24 വാക്യത്തിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. ആ തണുപ്പ് എന്നുള്ള ട്രാൻസ്ലേഷൻ ശരിക്കും അത്ര ആക്യുറേറ്റ് അല്ല. അനാപ്പാവോ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റ്, വിശ്രമം, ആശ്വാസം. ഞാൻ നിങ്ങളെ ആശ്വസിക്കാം, അതൊരിക്കലും ഭാരം ചുമക്കുന്നുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് ആ ആശ്വാസം, ആശ്വസിപ്പിക്കുക, അതിൻ്റെ ആ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ തണുപ്പ് തിരഞ്ഞെന്നുള്ളതിനെക്കാട്ടിലും അവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ സ്വസ്ഥത തിരഞ്ഞു നടക്കുന്നു എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തേണ്ടത്. നമ്മൾ ആ അനാപ്പോസിസ് എന്നുള്ള ആ വാക്ക്, അതിൻ്റെ ആ ഒരു അനാപ്പോ എന്നുള്ളതിൻ്റെ നൗൺ ഫോം അനാപ്പോസിസ്, റെസ്റ്റ്, സെസേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ പദമാണ് ഈവൻ മത്തായിലും ഇതേ വാക്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 12:43 സ്ഥലങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ മലയാള പരിഭാഷയിൽ ഈ തണുപ്പ് എന്നുള്ള പരിഭാഷ വന്നിരിക്കുന്നത് ശരിക്കും നീരില്ലാത്ത പ്രദേശങ്ങളിൽ അവന് സ്വസ്ഥത, റെസ്റ്റ്, ഇംഗ്ലീഷ് റെസ്റ്റ്, അനാപ്പോസിസ്, അവന് റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത ആരുടെ ലക്ഷണമെന്ന് ചോദിച്ചാൽ ആരുടെ ലക്ഷണമാണ്? ദുഷ്ടന്റെ ലക്ഷണമാണ്, പിശാചിന്റെ ലക്ഷണമാണ്. ആ പിശാചിന്റെ എന്തെങ്കിലും ഒരു അധീനത നമ്മളിൽ വരുമ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു അസ്വസ്ഥത. അതായത് അശുദ്ധാത്മാക്കൾ അവർക്കൊരു സ്വസ്ഥതയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാണ് മത്തായി 11
28 നമ്മൾ വായിക്കുന്നത്. എന്നാൽ അശുദ്ധാത്മാക്കൾ എപ്പോഴും റെസ്റ്റ്ലെസ്സാ എന്ന് പറഞ്ഞാൽ അയ്യോ അതെന്താ ഇതെന്താ, ആകുല ചിന്തകള്, കയ്പ്, വിരോധം, അശുദ്ധ ചിന്തകള്, നിഗളം, മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം, അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ദുഷ്ടന്റെ ഹൃദയത്തിന് സമാധാനം ഇല്ലെന്ന് നമ്മളിവിടെ വായിക്കും. നമ്മളിവിടെ ലൂക്കോസ് 11 നമ്മളിവിടെ ഉണ്ട്. യെശയ്യാവ് 57 അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പലപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു വാക്യം എന്താ ഇവിടെ നമ്മൾ വായിക്കുന്നത്? യെശയ്യാവ് 57 അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നേ? അതിന്റെ 20-21 വാക്യം, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിൽ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അന്ന് നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അമ്മായിയമ്മ അത് ഇതെന്ന് പറഞ്ഞ് ആ ഒരു സമുദ്രത്തിന് അടിയിലുള്ള ചേളും ചെറിയ ചെളിയും ഒക്കെ മേലോട്ട് തള്ളുന്ന ഒരു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് പറയും 21 വാക്യത്തില്, യെശയ്യാവ് 57:21 ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു, സീസ് മൈ ഗോഡ്, ദർ ഇസ് നോ പീസ് ഫോർ ദ വിക്കഡ്. നമ്മളിൽ ഏതെങ്കിലും ഒരു തലത്തില് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നമ്മളുടെ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ചെയ്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ കാര്യം നമ്മൾക്ക് വരാത്തപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ അയൽവക്കത്തുകാരോടോ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരോ നമ്മളെ അടുത്ത ഇടപെടുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരെ അതനുസരിച്ച് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഭാവിയെക്കുറിച്ചുള്ള ചില ആകുല ചിന്തകളായിരിക്കും, അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, അയ്യോ അത് എന്താവും, നാളെ എന്താവും, നാളെ ശരിയാണ്, നാളെ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. പക്ഷേ ഒരു ആകുല ചിന്തയോട്, അസ്വസ്ഥതയോട്, അത് നമ്മൾ തിരിച്ച് ലൂക്കോസ് 11 അതിന്റെ 24 നമ്മൾ വരുമ്പോൾ എന്താ നമ്മളവിടെ വായിക്കുന്നത്? അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അല്ലെങ്കിൽ അവൻ സ്വസ്ഥത തിരഞ്ഞ് നടക്കുക, കാണാതിരുന്നിട്ട് ഈ സ്വസ്ഥത കാണാതിരുന്നിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലു എന്ന് പറഞ്ഞു. അത് എങ്ങനെയാ കാണപ്പെട്ടത്? ലൂക്കോസ് 11:25 അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു എന്ന് പറഞ്ഞാല് പിശാജ് അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വിട്ടുപോയി എന്നാൽ അവന് യഥാർത്ഥത്തിൽ എന്താത്മാവിനാലും നിറയപ്പെടേണ്ടിയിരുന്നു? പരിശുദ്ധാത്മാവിനാല് അവൻ നിറയപ്പെടേണ്ടിയിരുന്നു. അശുദ്ധാത്മാവിനെയൊക്കെ തുരത്തി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന് അടിച്ചു വാരി സ്വസ്ഥമായിട്ട് അതിന് എന്തെങ്കിലും അശുദ്ധാത്മാവൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് നിങ്ങളിച്ച് നടക്കുക. അപ്പൊ എന്താ പറ്റുന്നേ? പിന്നെയും 26 വാക്യത്തില് അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടത ഏറി. അപ്പം എല്ലാ അശുദ്ധാത്മാക്കൾക്കും ഒരേ ദുഷ്ടതയല്ല, ചില അശുദ്ധാത്മാക്കൾ കൂടുതൽ ദുഷ്ടതയുള്ള അശുദ്ധാത്മാക്കളുണ്ട്. അത് ദുഷ്ടത ഏറിയ മോർ ഈവിൾ ദാൻ ഇറ്റ് സെൽഫ്, അത് തന്നിലും ദുഷ്ടത ഏറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേക്കാട്ടില് വല്ലാതെയായി ഭവിക്കും എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഓഫ്കോഴ്സ് നമ്മള് വിശ്വാസികളെ സംബന്ധിച്ചോളം അശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കത്തൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളത് 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിച്ചവും ഇരുളും ഒരുമിച്ച് വസിക്കാനൊക്കെയില്ല. ആ വാക്യം, അതായത് ഇന്ന് ക്രിസ്തീയ കുലത്തിൽ തന്നെ എസ്പെഷ്യലി ഈ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചില മനസ്സിന് പ്രയാസമൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കുടങ്ങളിൽ പോകും, നിങ്ങൾക്കത് ഭൂതം ബാധിച്ചതാ. ഇന്നലെ തന്നെ ഒരു ഫാമിലി, ഒരു ക്രിസ്ത്യൻ ഫാമിലി, അപ്പൊ അവർക്കാണെങ്കിൽ പയ്യന് അത് എന്തെങ്കിലും അശുദ്ധാത്മാവ് ബാധിച്ചാണ്. പല പ്രവാചകന്മാര്, സൊക്കോൾഡ് പ്രവാചകന്മാരായിരിക്കും, കള്ളപ്രവാചകന്മാര് എന്ത് പറഞ്ഞു, ഇവന് ദുരാത്മാവ് ബാധിച്ചാത് പയ്യന് മനസ്സിന്റെ പ്രയാസം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ അശുദ്ധാത്മാവ് ബാധിച്ചെന്നും പറഞ്ഞൊക്കെ ഇപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വചനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 6 അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദൈവപൈതലിന്റെ ഉള്ളില് അതിന്റെ 14 വാക്യത്തിൽ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. വെളിച്ചത്തിനോട്, പരിശുദ്ധാത്മാവ്, വെളിച്ചത്തിന് ആത്മാവ് നമ്മുടെ ആത്മാവിലായിരിക്കുമ്പം നമ്മൾ ആത്മാവിലേക്ക് ആ പരിശുദ്ധാത്മാവ്, നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവ് പോകുന്നിടം വരെയും ഒരു അശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പക്ഷെ ഒരാള് കഠിനപ്പെടുത്തി പാപത്തിൽ നിന്ന് തുടർന്ന് രക്ഷ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അശുദ്ധാത്മാവിനെ പ്രവേശിക്കാൻ ഒക്കും. എന്നാൽ രക്ഷ നഷ്ടപ്പെടുന്നിടം വരെയും ഒരു അശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവുള്ള ആ ഒരു ആത്മാവിലേക്ക് വരാൻ സാധിക്കത്തില്ല. അതാ വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം. 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 15 വാക്യം, ഉറങ്ങുന്ന സഹോദരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. 2 കൊരിന്ത്യർ എടുക്കുക, ആ വചനങ്ങൾ എടുക്കുക. 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 15 വാക്യം, ക്രിസ്തുവിനും ബലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസികളായിട്ട് എന്ത് ഓഹരി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വചനത്തിൽ നിന്ന് നമ്മൾ തന്നെ പലപ്പോഴും സാക്ബേർ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതായത്
പരിശുദ്ധാത്മാവുള്ള ഒരു പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവവൈതലിലേക്ക്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച ദൈവവൈതലിലേക്ക് അശുദ്ധാത്മാവിന് പ്രവേശിക്കാൻ ഒക്കില്ല. പക്ഷേ അശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ ഒക്കും? അവന് ടോർമെന്റ് ചെയ്യാൻ ഒക്കും. പല രീതിയിൽ നമുക്ക് ചില കയ്പുള്ള ചിന്തകൾ, നമുക്ക് പല അസ്വസ്ഥതകൾ, നമ്മളെ അവിടെ ഇവിടെയും ഒക്കെ ഉള്ള പല ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ ടോർമെന്റ് ചെയ്യാൻ ഒക്കും. അപ്പോൾ നമ്മൾക്ക് പിശാചിന് ഇടം കൊടുക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ട് നമ്മളത് മാനസാന്തരപ്പെട്ട് അവിടെ അങ്ങ് നിർത്തരുത്. മാനസാന്തരപ്പെട്ട് കർത്താവിനെ സമർപ്പിച്ച് കർത്താവെ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം. ആ പിശാചിന്റെ സ്വാധീനം പോയ മേഖലകളിലേക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മളിലേക്ക് വന്ന് നിറയണം. അല്ലെങ്കിൽ വീണ്ടും ഇതിന് മോശമായിട്ടുള്ള പല അശുദ്ധാത്മാവ് വരുന്നല്ല, ഉള്ളിലേക്ക് വരുന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവന് എൻ്റെ ഇടമൊക്കെ അവര് തുരത്തിക്കളഞ്ഞല്ലേ എന്നും പറഞ്ഞ് അവന് വീണ്ടും വലിയ വീറോടെ വാശിയോടൊക്കെ നമ്മളെ പല കാര്യങ്ങളിൽ വീഴ്ത്താനും, നമ്മളെ പല കാര്യങ്ങളും നിരാശപ്പെടുത്താനും, പല കാര്യങ്ങളിലും നമ്മളെ പ്രയാസപ്പെടുത്താനും ഒക്കെ അവന് ശ്രമിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടണം. നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ എന്നുള്ളൊരു കൽപ്പന. മലയാളത്തിൽ അത് നിറയപ്പെട്ടും എന്ന് പറഞ്ഞൊരു സെനൻസിന്റെ ഒരു തുടർച്ചയായിട്ട് നമ്മളോട് വായിക്കുന്ന ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് നമ്മളവിടെ എഫേസ്യർ 5-ന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും നിറയപ്പെടുമ്പോൾ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം. നമ്മളുടെ ദൈവത്തിന് സമാധാനം എന്ന് നിറയുമ്പോൾ സമാധാനത്തിന് ദൈവം എന്ത് ചെയ്യും? സാത്താനെ വേഗത്തിൽ തന്നെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ച് കളയാതെ നമ്മൾ റോമർ 16-ന്റെ 1-2 വാക്യങ്ങളോട് കണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. റോമർ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം യഥാർത്ഥത്തിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കാതെ ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്തൊക്കെ മാനസാന്തരപ്പെട്ട് അവിടെ കൊണ്ടൊക്കെ നിർത്തി വെക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ തന്നെ കർത്താവിന് പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിറയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സമാധാനം കൊണ്ട് നിറയ്ക്കുമ്പോൾ ദൈവത്തിന്റെ മറ്റേത് സ്വസ്ഥതയില്ല. അശുദ്ധാത്മാവിന് എന്തില്ലെന്ന് നമ്മൾ വായിച്ച സ്വസ്ഥതയില്ല, സ്വസ്ഥതയോടെ നടക്കുക. എന്നാൽ ഇവിടെ സ്വസ്ഥതയോടെ പരിശുദ്ധാത്മാവ് സ്വസ്ഥത നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ, നമ്മളുടെ സ്വസ്ഥത ഒന്ന് നിറയുമ്പോൾ സാത്താന് നമ്മളുടെ ജീവിതത്തിൽ എവിടെ സ്ഥാനം? കാൽക്കീഴിൽ. നമ്മൾ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അവന് നമ്മളുടെ സ്വാധീനം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥരായിട്ട് കോപിച്ച്, ദേഷ്യപ്പെട്ട്, ആകുലപ്പെട്ട്, പരാതി പറഞ്ഞ്, പിറുപിറുത്ത്, വല്ലാത്ത പ്രയാസത്തെ അങ്ങനെ ആയിരിക്കുമ്പോൾ മാർത്തയെ പോലെ അയ്യോ നീ എന്നെ കരുതുന്നില്ല, ദൈവം എന്നെ കൈവിട്ടോ, എന്നെ അവര് വിളിച്ചില്ല, എന്നോട് അവർ ചിരിച്ചില്ല, എനിക്ക് അവർ കൈ തന്നില്ല, അങ്ങനെ പല തരത്തിലുള്ള പല പരാതികളും പിറുപിറുപ്പും കയ്പുമായിട്ടിരിക്കുമ്പോൾ പിശാചിന് നമ്മളെ സ്വാധീനം വരും. എന്നാൽ നമ്മൾ അവിടേക്ക് മനസാന്തരപ്പെട്ട് പരിശുദ്ധത്വം നിറയുമ്പോൾ അവിടെ റോമർ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നേ? സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ച് കളയും. കർത്താവ് എന്റെ കാൽക്കീഴിൽ ചതച്ച് കളഞ്ഞ് ക്രൂശില് ജയോത്സവം കൊണ്ടാടി. കർത്താവ് അവന്റെ തലയെ തകർത്തു. നമ്മൾ അവിടെ ഉൽപ്പത്തി പുസ്തകം ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ഉൽപ്പത്തി 3:15 പോകുമ്പോൾ ദൈവം ആദാമും അവയും പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം എന്താ? സ്ത്രീയുടെ സന്തതി അവന്റെ തലയെ തകർക്കും. അതാ ഉൽപ്പത്തി 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ, അതായത് സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ ഹവ്വയിൽ നിന്ന് പിന്നെ സന്തതി പരമ്പരയായിട്ട് സ്ത്രീയുടെ സന്തതിയായിട്ട് ആരാ ജനിച്ചേ? യേശുക്രിസ്തു ജനിച്ചു. യേശുക്രിസ്തു എന്ത് ചെയ്യും? ഈ പിശാചിന്റെ, പാമ്പിന്റെ തല തകർക്കും. അതാ ക്രൂശിൽ നടന്നത്, അതാ ജീവോത്സവം കൊണ്ടാടി. അതാ നമ്മള് ഉൽപ്പത്തി 3:15 അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതിന്റെ ഒരു ഹീല് ഒന്ന് ബ്രൂസ് ചെയ്യുവാൻ, ക്രൂശിൽ ഒന്ന് മുറിപ്പെടുത്താൻ പിശാചിന് സാധിക്കത്തുള്ളൂ. എന്നാൽ പിശാചിന്റെ തലയെ കർത്താവ് തകർത്ത് കളഞ്ഞു. ഇപ്പോ ആരുടെ കാൽക്കീഴില ഈ പിശാചിനെ ചതച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നത്? അതാ നമ്മളിപ്പം റോമർ 16:20 നമ്മൾ വായിച്ച സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ, യേശുവിന്റെ കാൽക്കീഴിൽ ചതച്ച് കളഞ്ഞു, ക്രൂശില് തല തകർത്ത് കളഞ്ഞു. എന്നാൽ നമ്മളുടെ കാൽക്കീഴിയും കൂടി ചതച്ച് കളയുവാന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് അതിന്റെ ഫുൾ വേഴ്സ് നമ്മൾ പറയുന്നത്. ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ബി വിത്ത്. അതിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളൊന്നും നിറഞ്ഞാലേ അത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സാത്താനെതിരെ ഞാൻ പോരാടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ ഒത്തിരി ബഹളം വെച്ച് ശബ്ദകോലാഹലം ഉണ്ടാക്കി അങ്ങനെയുള്ള പല ജൽപ്പനങ്ങളിലൊന്നും സാത്താനൊരു പേടിയില്ല. എന്നാൽ നമ്മുടെ ജീവിതം നമ്മൾ സമ്പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, സമാധാനത്തിൽ എന്നെ നിറയ്ക്കണം. ആ സമാധാനം നമ്മളൊന്ന് നിറയുമ്പോൾ, സ്വസ്ഥതയോടെ നമ്മളായിരിക്കുമ്പോൾ സാത്താൻ നമ്മുടെ കാലിന്റെ കീഴിൽ
ചതച്ചരയപ്പെടുക. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരോടും കോപവും ക്രോധവും പല അനീതിയും പാപത്തിലും ഒക്കെ നമ്മൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സാത്താനെ വിട്ടുപോ എന്നൊക്കെ നമ്മൾ ആക്രോശിച്ച് പല ഒത്തിരി കോലാഹലങ്ങളൊക്കെ നടത്തി ഭയങ്കര പുൽപ്പിറ്റൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് പല കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള പല സഭാവിഭാഗങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്ത്യ എന്ന് പറയുന്ന ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഭയങ്കര ഭിന്നതയും ഭയങ്കര രാഷ്ട്രീയവും ഭയങ്കര പണസ്നേഹവും അധികാരമോഹവും അങ്ങനെയൊക്കെ ആയിട്ട് സാത്താൻ അവിടെ വിരാജിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. സാത്താനെ വിട്ടുപോകുന്നു പറയും, പക്ഷേ സാത്താൻ അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ടെന്ന് പറയും. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുള്ളപ്പം എങ്ങനെയാ അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സാത്താൻ നമ്മുടെ കാൽ കീഴിൽ ചതച്ചരയപ്പെടും. നമ്മളിലുള്ളവൻ, 1 യോഹന്നാൻ 4:4 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളതിനെക്കാട്ടിൽ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 വാക്യം ഞാൻ വായിച്ചോട്ടെ. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അറിയോ? കുഞ്ഞുങ്ങളെ, ആത്മീയമായിട്ട് നമ്മള് ശൈശവപ്രായത്തിലായിരിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ അറിയണം എന്താ 1 യോഹന്നാൻ. എപ്പോഴായാലും ബാക്കി യൗവനക്കാരും മുതിർന്നവരും തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയും 1 യോഹന്നാൻ 4:4 വാക്യം, നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഗ്രേറ്റർ ഈസ് ഹി ഹു ഈസ് ഇൻ യു ദാൻ ഹി ഹു ഈസ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ളവൻ പിശാച്, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് കർത്താവ് ഈ ലോകത്തിലുള്ള പിശാചിനെക്കാട്ട് വലിയവനാണ്. അവന്റെ തല തകർത്തിരിക്കുന്നു. ആ ഒരു ജയോത്സവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാടുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ യോഹന്നാൻ 11:25 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഞാൻ തന്നെയാണ് ആ പുനരുദ്ധാനവും ജീവനും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുനരുദ്ധാനം നമ്മൾ 10 തവണ പറഞ്ഞുകൊണ്ട് പുനരുദ്ധാനം ആവത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലൊരു മരണം, നമ്മളുടെ സ്വയത്തിന്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു മരണം സംഭവിക്കുമ്പോൾ അവിടെ പുനരുദ്ധാനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. കർത്താവ് യോഹന്നാൻ 11:25 എന്താ പറയുന്നത്? യേശു അവളോട്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. അവിടെ ആ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് പറയുക, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ മരിച്ചാലും അയാൾ നിത്യമായിട്ട് ജീവിക്കാനായിട്ട് വീണ്ടും കർത്താവ് പറയും, നമ്മൾ ജീവിച്ചതുകൊണ്ട് തന്നെ കർത്താവിൽ വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ ഒരു നാളും ആത്മീയമായിട്ട് നമ്മൾ മരിച്ചു പോവുകയില്ല, ആത്മീയമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യം കർത്താവ് കഴിഞ്ഞിട്ട്, നീ ഇത് വിശ്വസിക്കുന്നു എന്ന് മാർത്തയോട് ചോദിച്ചു. ഇന്ന് നമ്മളോട് കർത്താവ് ചോദിക്കുക, നമ്മളെ കർത്താവിലെ ജീവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് മരിക്കുകയില്ല. നമ്മളുടെ ഈ ആത്മീയമായിട്ടുള്ള മരണങ്ങളെല്ലാം അറിയാം. കർത്താവിനെ കാണുവാനായിട്ട് ആ ഒരു വലിയ ആദ്യ സ്നേഹത്തോടെ അവൾ വന്ന് കർത്താവിൻ്റെ ശരീരത്തെ തിരയുന്നു. കർത്താവിനെ കാണുവാനായിട്ട് അവൾ വലിയ ദാഹത്തോടെ വരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. അതുപോലെ അവിടെ കർത്താവ് യോഹന്നാൻ 20 വാക്യത്തിൽ കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ആരെ തിരയുന്നു? ഹൂം ആർ യു സീക്കിംഗ് എന്ന് കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടും കർത്താവ് അതാ ചോദിക്കുന്നത്. നമ്മൾ കർത്താവിനെ തിരയുന്നവരായിട്ട് എന്താ നമ്മൾ തിരയുന്നത്? എന്തെങ്കിലും കാര്യങ്ങളാണോ നമ്മൾ അന്വേഷിക്കുന്നത്? അതോ യേശുവിനെ തന്നെ തിരയുന്നവരായിട്ട് നമ്മൾ ഈ പകൽക്കാലം കാണപ്പെടുമെങ്കിൽ, നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ആ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ അർപ്പിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമ്മളെ അവിടുത്തെ ആ സമാധാനത്താൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. പിശാചിൻ്റെ ഇടവില്ലാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലേക്കും വന്ന് നിറയാൻ തക്കവണ്ണം നമുക്ക് അനുവദിക്കാം. കർത്താവിൻ്റെ അജയം പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തീരും. അവിടത്തേക്കെല്ലാം സാധ്യമാണ്. അവിടത്തേക്ക് ഞങ്ങളെ അതുപോലെ നടത്തുവാൻ അവിടത്തേക്ക് സാധ്യമാണ്. ഞങ്ങളിൽ തന്നെ ശക്തിയില്ല എന്ന കർത്താവ് ഞങ്ങൾ അങ്ങേ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ അവിടത്തേക്കെല്ലാം ഞങ്ങളിലൂടെ സാധ്യമാക്കി തീരും. മനുഷ്യനല്ല അസാധ്യമായത് ദൈവത്താൽ സാധ്യമാക്കി തരും. വിശ്വസിക്കുന്നവന് അതെല്ലാം സാധ്യമാക്കി തരും. അതേ കർത്താവ് എപ്പോഴും ജയോത്സവമായിട്ട് ഞങ്ങളെ നടത്തണം. പിശാചിൻ്റെ ഇടവില്ലാതെ വണ്ണം ആത്മാവിനാലും വചനത്താലും നിറച്ച് ഞങ്ങളെ നടത്തണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ എല്ലാം അതുപോലെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അതുപോലെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് ഞങ്ങളെ അതുപോലെ നടത്തണം. പിശാചിന് യാതൊരു ഇടവില്ലാത്ത സഭ. സ്വർഗത്തിൽ അവനൊരു സ്ഥലം കണ്ടില്ല എന്ന് ഞങ്ങൾ ആ വെളിപ്പാട് 12 വായിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലാവട്ടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലാവട്ടെ, ഞങ്ങളുടെ സഭയിലാവട്ടെ പിശാചിന് യാതൊരു ഇടവും കണ്ടില്ല. അവിടെ പിശാച് വന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അവൻ ഏതെങ്കിലും സഹോദരങ്ങളുടെ ഇടയിൽ ഒരു വിള്ളലുണ്ടാക്കി അവരുടെ ഇടയിലൂടെ പിശാചിന് കയറാൻ വേണ്ടി അവനിങ്ങനെ വിള്ളൽ നോക്കിക്കൊണ്ടിരുന്ന് അവൻ ചമ്മിപ്പോണം. കർത്താവേ അവന് ലജ്ജിച്ച് തലതാഴ്ത്തി പോകട്ടെ. അവനൊരു യാതൊരു ഇടവില്ലാത്തൊരു സഭയായിട്ട്, ഒരു കുടുംബമായിട്ട്, ഒരു ശിഷ്യയായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. എപ്പോഴും അവിടുത്തെ മരണത്തെ ഞങ്ങളുടെ മർത്തശരീരത്തിൽ വഹിക്കുവാൻ
അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഇവിടുത്തെ സഹായിക്കണം. നന്ദി കർത്താവിൽ നന്ദി ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തിയല്ലോ പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ.